ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇത് നവംബർ മാസമാണ്. 9/11, അതായത് വേൾഡ് ട്രേഡ് സെന്റർ ലോക ഭീകരവാദികൾ തകർത്ത ദിവസം. അപ്പൊ ഈ ഒരു മാസം അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഒരു ജിഹാദി മേയറായി വന്നിരിക്കുക എന്നാണ് സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നത്. എസ്പെഷ്യലി അമേരിക്കൻ സോഷ്യൽ മീഡിയാസ് വലിയ പ്രതിഷേധം കത്തുകയാണ്. പക്ഷേ ജനാധിപത്യപരമായിട്ടാണ് അദ്ദേഹം ജയിച്ചു വന്നത്. സൊഹ്റാൻ മംദാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തീവ്ര ഇന്ത്യ വിരുദ്ധനാണ്, നരേന്ദ്രമോദി വിരുദ്ധനാണ്, ട്രംപ് വിരുദ്ധനാണ്, ഫലസ്തീൻ അനുകൂലിയാണ്, ഒരു പ്രോ ജിഹാദ് നിലപാട് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി അമേരിക്കയുടെ നിലവിലത്തെ മേയറായി എത്തുമ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രതീക്ഷകൾ, അമേരിക്കയുടെ പ്രതീക്ഷകൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അമേരിക്ക എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു, അത് വേറെ കാര്യം. കാരണം ഡൊണാൾഡ് ട്രംപ് പഠിച്ച പണി 18 നോക്കി ഇയാൾ മേയർ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അമേരിക്കയിൽ ഒരു മുസ്ലിം മേയർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാം ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. UK-യിൽ എനിക്ക് തോന്നുന്നു 17 സ്ഥലങ്ങളിൽ മുസ്ലിം മേയർമാരുണ്ട്. 17 സ്ഥലങ്ങളിൽ. ഇപ്പോഴിതാ ഇസ്ലാമൈസേഷൻ അത് അമേരിക്കയിലേക്കും പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലാണ്, ബട്ട് ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ അമേരിക്കയിലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരു ഓളം ഉണ്ടാകും. എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫേസ്ബുക്ക് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ന്യൂയോർക്കിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്, സൊഹ്റാൻ മംദാനി പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഭ്രാന്തനാണ് ഇയാൾ എന്ന് ഡൊണാൾഡ് ട്രംപ് ഇയാളെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇതിലെ ഏറ്റവും വലിയ നമ്മുടെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. നമ്മളുടെ അന്വേഷണത്തിൽ നമ്മൾ എല്ലാ മാധ്യമങ്ങളുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഉണ്ട്, ബട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ച ഒരു സംഭവം, ഇയാൾക്ക് ഫണ്ട് ചെയ്യുന്നത്, സൊഹ്റാൻ മംദാനിക്ക് ഫണ്ട് ചെയ്യുന്നത് മുസ്ലിം ബ്രദർഹുഡ്, ഇറ്റ്സ് ഓർഗനൈസേഷൻ സച്ച് ആസ് കെയർ നാഷണൽ ഈസ് ഫണ്ടിങ് ആൻഡ് പാട്രണൈസേഷൻ ഇൻഡിവിജ്വൽസ് ലൈക്ക് മംദാനി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മുസ്ലിം ബ്രദർഹുഡ്, കെയർ നാഷണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ് വഴി മംദാനിക്ക് ഫണ്ട് ചെയ്യുന്നു. ജിഹാദിസ്റ്റ് ഫണ്ട് ഒരുപാട് ഇയാൾക്ക് വരുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. പോരാത്തതിന് 2 weeks before Hamas attacked Israel, Sohran Mamdani was on the streets screaming about Israel എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. Immediately after the attack, Mamdani was on the streets screaming about Israel. Mamdani has said many times that he got into politics for Palestine, not for New York, for Palestine എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ പൊളിറ്റിക്സിലേക്ക് വന്നത് പലസ്തീന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ന്യൂയോർക്കിന് വേണ്ടിയിട്ടല്ല എന്ന് പലതവണ പലസ്തീൻ തെരുവുകളിൽ നിന്ന് ഇയാൾ അലറി വിളിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ഇസ്ലാമിസ്റ്റിനെ അവിടെ എത്തിച്ചത് എന്നുള്ളൊരു ചോദ്യം അമേരിക്കക്കാർ ചോദിക്കുന്നുണ്ട്. ഈവൻ ന്യൂയോർക്കാരല്ല, മറ്റ് അമേരിക്കൻ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ചോദിക്കുന്നു. ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പോരാത്തതിന് അവിടെയുള്ള മാധ്യമങ്ങൾ പല ആൾക്കാരുടെയും ബൈറ്റുകൾ എടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുന്നത് ലാസ്റ്റ് ഇലക്ഷൻ there were 200k Muslim voters in New York. Today there are 350k. If 50% to 75% of Muslim vote, we will win. Everyone will be at our feet asking us what to do എന്നുള്ളതാണ് ഇയാൾക്ക് വോട്ട് ചെയ്ത പല ഇസ്ലാമിസ്റ്റുകളും പരസ്യമായിട്ട് അവിടെയുള്ള മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തുകൊണ്ട് പറയുന്നത്. അതായത് 50% നിന്നും 75% മുസ്ലിം വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ന്യൂയോർക്കിലെ മുസ്ലിം വോട്ടുകൾ എന്ന് പറയുന്നത് 2 ലക്ഷം ആയിരുന്നെങ്കിൽ ഇന്നത് 3,50,000 ഒറ്റയടിക്ക് 1.5 ലക്ഷം വോട്ടുകൾ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫീറ്റിൽ തന്നെയാണ് എല്ലാവരും എന്ന് പറയുന്നു. അതും മാത്രമല്ല, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അവിടെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഈ ന്യൂയോർക്ക് ആൻഡ് ഇമാം urges Muslims not to be loyal to America, calling it an evil empire. പോരാത്തതിന് we can only be loyal to Islam. America is an evil empire that has killed millions of people. America is destroying the world. If you are loyal to America, you're betraying your religion. These are all Sohran voters എന്ന് പറഞ്ഞുള്ള ഇപ്പോ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട്. അമേരിക്കയോട് ഒരിക്കലും ലോയൽ ആയിരിക്കരുത്, നിങ്ങൾ ലോയൽ ആയിരിക്കേണ്ടത് ഇസ്ലാമിനോട് മാത്രമാണ്. അപ്പൊ ഇവരെല്ലാം സൊഹ്റാന്റെ വോട്ടർമാരാണെന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം സൊഹ്റാനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത്, സൊഹ്റാൻ മംദാനിയുടെ ഇന്റേൺ ആയിട്ടുള്ള ഹദീക അർസു മാലിക് അവർ പറയുന്ന ഒരു സംഭവം, ദിസ് ഈസ് എ ഹോളി വാർ ആൻഡ് ജിഹാദ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ജിഹാദ്, ദിസ് ഈസ് ആർ ഇബാദ, ദിസ് ഈസ് ആൾ കൗണ്ടഡ് ബൈ അല്ലാഹ്. ഹൗ കമ്മിറ്റഡ് ആം ഐ ടു ദിസ്? What am I willing to sacrifice for this noble cause എന്നാണ് ഇവർ സൊഹ്റാൻ മംദാനിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി, ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ. എന്നിരുന്നാലും ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എന്താണ് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, സൊഹ്റാൻ മംദാനി, ഹൂ ഈസ് ഹി? ഈസ് ഹി ആൻ ഈവിൾ ഓർ ഈസ് ഹി എ മെസ്സിയ? എന്താ തോന്നുന്നു? ഇത് രണ്ട് കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇതേപോലെ ഉള്ള ഈ അതിതീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇല്ലെങ്കിൽ അതിതീവ്ര ഈ പൊളിറ്റിക്കൽ ഇസ്ലാംസിന്റെ വേറൊരു ഭാവമായ ഒരു ജിഹാദിസം ഉള്ള ടീമുകൾക്ക് അധികാരത്തിൽ വരാറുണ്ട്. അത് പക്ഷെ ഒളിച്ചു കടത്തുന്ന അജണ്ടകളിലൂടെയാണ് അത് കടന്നു വരുന്നത്. പക്ഷെ പരസ്യമായി പറഞ്ഞുകൊണ്ട് വരുന്നവരാണ് ഇപ്പോൾ നമുക്ക് UK കാണാൻ
മേയർമാര് ഈ പാകിസ്ഥാനിലും മറ്റുമൊക്കെ കുടിയേറിയ മേയർമാരുണ്ട്, അവിടെ കുടിയേറി അവിടെ വന്നു. ഇതെല്ലാം കുടിയേറ്റക്കാരിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെ ഈ ന്യൂയോർക്കില് ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ട്രംപ് ആകുന്ന പണിയെല്ലാം നോക്കി ഇദ്ദേഹം അവിടെ ജയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ ഒരു വലിയ രീതിയിൽ തന്നെ ഒരു റെയ്ഡും മറ്റുമൊക്കെ ഇദ്ദേഹം അവിടുത്തെ വിവിധ സ്റ്റേറ്റുകളിൽ നടത്തുകയുണ്ടായി. ഫാൻഡം ഗ്രൂപ്പുകൾക്ക് എതിരെയുമൊക്കെ ഒരു വലിയ റെയ്ഡുകൾ അവിടെ നടത്തുകയുണ്ടായി. നമ്മുടെ കുർക്കിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ആയിരുന്നു അതൊക്കെ അവിടെ നടത്തിയത്. അതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞിരുന്നു. അത് അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ഈ മംദാനി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം ബെൽറ്റുകളിൽ ഉന്നം വെക്കുകയാണ് പിന്നെ ട്രംപ് എന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ ട്രംപ് പലയിടത്തും അവിടെ ഈ നാഷണൽ ഗാർഡ്സിനെ അതൊക്കെ കൊണ്ട് വിന്യസിക്കുന്നതൊക്കെ ഒരു കാര്യത്തിലേക്ക് നീങ്ങിയിരുന്നു. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. കാരണം ട്രംപ് അവിടെ നിൽക്കുന്നത് അവിടുത്തെ ഒരു ഇതേപോലെ തന്നെ ഒരു മറുവശമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സൈഡാണെങ്കിൽ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് തീവ്ര ക്രിസ്ത്യാനികളുടെ ഒരു ഭാഗമാണ്. അതിന്റെ ഒരു വക്താവാണ് ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന JD വാൻസ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് തന്റെ ഹിന്ദുവായ ഭാര്യ ക്രിസ്ത്യാനിയാകുന്നു എന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞു. അവർ മതം മാറുകയാണ്, പിന്നെ ക്രിസ്ത്യാനി ആകുന്നു എന്ന് പറയുന്നു. അപ്പൊ അതായത് അതിതീവ്ര ക്രിസ്ത്യാനിറ്റിയെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിങ് ആയിട്ടാണ് ട്രംപിന്റെ ആളുകൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പുറത്ത് ഇതേപോലെ അതിതീവ്ര ഇസ്ലാമിസ്റ്റുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച. ഇവിടെ ഇപ്പോൾ അതിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ന്യൂയോർക്ക് സിറ്റി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് നവംബർ മാസമാണ്. ഇതുപോലൊരു നവംബർ മാസം 9-ാം തീയതി ആയിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ ബില്ലാദന്റെ ഗ്രൂപ്പ് ആക്രമിക്കുകയും അനവധി പേർ, അതായത് അമേരിക്കയ്ക്ക് നാണക്കേട് മാത്രമല്ല ഇന്നും ഒരു അമേരിക്കക്കാരുടെ മനസ്സിൽ ഒരു തീരാ നോവായി നിൽക്കുന്നതാണ്. അവിടെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആയ അല്ലെങ്കിൽ ഒരു ജിഹാദി ആയിട്ടുള്ള ഒരു മേയർ അധികാരത്തിലേക്ക് വരികയാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള ആശയം പേർന്നവരുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്, നമ്മുടെ നാട്ടിലുമൊക്കെ എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉള്ളിൽ മനസ്സിൽ പേർന്നവരുണ്ട്. പക്ഷെ ഇത് അദ്ദേഹം അങ്ങനെയല്ല. പരസ്യമായിട്ട് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ കാര്യം, താൻ പാലസ്തീന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്, അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വേണ്ടി വോട്ടിന് പള്ളികളിൽ അഭ്യർത്ഥിച്ചപ്പോൾ മനുഷ്യ വായിച്ചത് ശരിയാണെങ്കിൽ അവിടുത്തെ ഇമാമുമാരില്ലെങ്കിൽ പള്ളിയിലെ ഈ പണ്ഡിതന്മാര് പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് അമേരിക്കയോടല്ല ലോയൽറ്റി വേണ്ടത്, ഇസ്ലാമിനോടാണ് ലോയൽറ്റി വേണ്ടത്. വോട്ടിന് അഭ്യർത്ഥിച്ച ആൾക്കാരല്ല പറഞ്ഞത്. പൊതുവെ ഇമാമുമാർ ന്യൂയോർക്കിലെ പള്ളികളിൽ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഇസ്ലാമിനോടാണ് ലോയൽറ്റി, അമേരിക്ക ഒരു ഈവിൽ എംപയർ ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇമാമുമാർ നിർദ്ദേശം കൊടുത്ത ആ പള്ളികളിൽ വരുന്ന ആൾക്കാരെല്ലാം വോട്ട് ചെയ്തിരിക്കുന്നത് സുഹ്റാൻ മംദാനിക്കാണ്. അപ്പോൾ ഇവരെല്ലാം അവരുടെ വോട്ടർമാരാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അതിതീവ്രമായിട്ടുള്ള വലതുപക്ഷം അവിടെ ക്രിസ്ത്യാനിറ്റി ഏകോപിപ്പിച്ചുകൊണ്ട് ഇവർക്കെതിരെ ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു കലാപത്തിലേക്കോ അല്ലെങ്കിൽ ഇതൊരു അതിഭീകരമായിട്ടുള്ള സംഘർഷത്തിലോ പോകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ UK വന്നു കഴിഞ്ഞാൽ ബിജുചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ പ്രോമിനന്റ് മുസ്ലിം മേയേഴ്സ് ഇപ്പോൾ ഒരുപാട് പേരായി. എക്സിക്യൂട്ടീവ് മേയേഴ്സ് ഡയറക്റ്റഡ് ബൈ പവർഫുൾ റോള്, സാദിഖ് ഖാൻ ഉണ്ട്, ലഫ്തർ റഹ്മാൻ ഉണ്ട്, പോരാത്ത മുഹമ്മദ് അസാദ് ഉസാമ ഉണ്ട്, സുബൈർ അഹമ്മദ് ഉണ്ട്, CLR ഷാ അലി ഉണ്ട്, മുഹമ്മദ് ഇക്ബാൽ ഉണ്ട്, സലീം താരിഖ് ഉണ്ട്, നസീമ അക്തർ, അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തത്ര മുസ്ലിം മേയേഴ്സ് ഇപ്പോൾ UK പോരാത്ത ഇപ്പോൾ ഒരു ഹോം സെക്രട്ടറി ആയിട്ട് ഒരു പാകിസ്ഥാനി അവിടെ വന്നു, കെയർ സ്റ്റാർമന്റെ നേതൃത്വത്തിൽ. പാകിസ്ഥാനി വനിത അവിടെ വന്നപ്പോൾ അവിടെ 6-7 ദിവസം കലാപം നടന്നു. 6-7 ദിവസം കലാപം നടന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു കലാപത്തിനുള്ളൊരു ശ്രമം അമേരിക്കയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ട്രംപ് ഭരണകൂടം വച്ച് പൊറുപ്പിക്കുമോ? ഇത് ഏത് തരത്തിൽ അമേരിക്കയെ ബാധിക്കും? ഒന്നാമത് ഇപ്പോൾ അമേരിക്ക ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അടച്ചുപൂട്ടലാണ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അടച്ചുപൂട്ടലിലേക്ക് വന്നു കഴിഞ്ഞു അമേരിക്ക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതും കൂടെ ട്രംപിന് താങ്ങാൻ, എൻ്റെ ഒരു ടേക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താണോ ലോകരാജ്യങ്ങളോട് ചെയ്യുന്നത് അത് തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇതിനെങ്ങനെ മാനേജ് ചെയ്യും അമേരിക്ക? അല്ല, ഇതിനകത്ത് ഈ UK നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന് ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ UK ഒരു വലിയ കലാപം നടന്നു. അതായത് ഈ കുടിയേറ്റക്കാരായിട്ടുള്ള ഈ ജിഹാദി ഗ്രൂപ്പ്സും മറ്റേത് വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകര് UK റിഫോംസും ഒക്കെ കൂടെ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ അവിടെ കണ്ടു. അതിനുള്ള കാരണം വെച്ചാൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമൊന്നും അല്ലത്. അവിടെ വളരെ നാൾക്ക് മുമ്പ് ഒരു ലേഖനം വളരെ വിശദമായിട്ട് തന്നെ പുറത്തു വന്നിരുന്നു. അവിടുത്തെ പല ഏരിയകളിലും ശരിയ നിയമം ആണ് നടക്കുന്നത്. പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത പരുവത്തിലേക്ക് ലണ്ടൻ നഗരം മാറിക്കഴിഞ്ഞിരുന്നു. ഇതിന്റെ ഒരു ബാക്കിപത്രമായിട്ടായിരുന്നു
ഇവരുടെ മേയർമാർ ജയിക്കുന്നു. മേയർമാരെ മറ്റും ജയിച്ചു കഴിയുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ഒരു ഹുങ്ക് വരികയും അവർ തദ്ദേശീയരായിട്ടുള്ളവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തപ്പോഴാണ് തദ്ദേശീയര് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിൽ അണിനിരന്നുകൊണ്ട് ഇവർക്കെതിരെ ഒരു ഫൈറ്റിംഗ് ആരംഭിച്ചതാണ് നമ്മൾ കണ്ടത്. അത് ഒരാഴ്ചക്കാലം നീണ്ടു നിന്നു. ഈ പറഞ്ഞ ശരിയാ, ഒരാഴ്ചക്കാലം അതിനെക്കുറിച്ച് പറയുന്നത് ഈ UK പോലീസിന് ഈ കലാപം ഇത് കണക്കുള്ള മതപരമായ വർഗീയ കലാപങ്ങൾ അടിച്ച് ഒതുക്കി ശീലമില്ല എന്നുള്ളതായിരുന്നു അതെന്ന് പറഞ്ഞത്. അവരെന്തുകൊണ്ടാണ് UK പോലീസ് ഇവരെ പെട്ടെന്ന് കൺട്രോളിൽ വെക്കാനും ഇല്ലെങ്കിൽ അടിച്ചൊതുക്കാനും എന്താന്ന് ചോദിച്ചപ്പോൾ അന്ന് കേട്ടിരുന്ന ഒരു വാർത്ത അവർക്ക് ഇതിനകത്ത് ഈ പിന്നെന്താണ് റിലീജിയസ് റൈറ്റുകളിൽ ആക്ഷൻ എടുത്തിട്ടുള്ള പരിചയം അവർക്ക് ഇല്ലായിരുന്നു എന്നാണ് നമ്മളന്ന് കേട്ടിരിക്കുന്നത്. അതിന് സമാന സിറ്റുവേഷൻ തന്നെയാണ് ന്യൂയോർക്കിലും. അതുണ്ടാകും, സ്വാഭാവികമായി ഉണ്ടാകും. പ്രത്യേകിച്ച് ട്രംപിനെ പോലെ ഭയങ്കരമായി തന്നെ മറുവശവും ഇത് ഈ ക്രിസ്തീയ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ മതത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം തുടങ്ങിയിരുന്നു. ട്രംപ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു മത ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം തുടങ്ങിയിരുന്നു. അപ്പം അദ്ദേഹം കയറുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇതിന്റെ ഒരു മറുഭാഗം അവിടെ ശക്തി പ്രാപിക്കും. അതൊരു കലാപത്തിലേക്ക് നീങ്ങാൻ സാധ്യതകൾ ഏറെയാണ്. അത് മാത്രമല്ല അവിടെ ആഭ്യന്തരമായി മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഒന്ന് പണപ്പെരുപ്പത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റു ഷട്ട് ഡൗണിലേക്കുള്ള പ്രശ്നമുണ്ട്. ഇന്നിപ്പോ ട്രംപ് എന്താണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തനിക്ക് ന്യൂയോർക്ക് ലോട്ടില്ല, പിന്നെ ഷട്ട് ഡൗണും ഇതിനകത്ത് എഫക്ട് ചെയ്യും, തനിക്ക് ന്യൂയോർക്ക് ലോട്ടില്ല ഇത് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞ. തമാശ ആണെങ്കിൽ പോലും അതിൽ കാര്യങ്ങളുണ്ട് അതിൽ. പിന്നെ ഒരു മോദി വിരുദ്ധനാണ് അദ്ദേഹം ഈ പറഞ്ഞു. ഈ നിയുക്ത മേയർ എന്നല്ല ഇപ്പോഴത്തെ മേയർ അദ്ദേഹം പറഞ്ഞത് മോദി ന്യൂയോർക്കിൽ കാലുകുത്തി ഞാൻ അറസ്റ്റ് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം മോദി ഒരു യുദ്ധ കുറ്റവാളിയാണ് എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, യുദ്ധ കുറ്റവാളി. അപ്പം ഇവിടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിനെതിരാണ്, പരസ്യമായിട്ട് ഇസ്രായേലിനെതിരെ പ്രകടനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇസ്രായേലിനെതിരാണ്, ട്രംപിനെതിരാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ അമേരിക്കയിലെ ട്രെൻഡ് ആരും ഇപ്പൊ ട്രംപിനെതിരായിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ ഈ അടുത്ത് നടന്ന 3 സ്റ്റേറ്റിലെ തെരഞ്ഞെടുപ്പുകളിലും ട്രംപിന്റെ പാർട്ടി തോറ്റു ഉന്നം പാടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പൊ അത് മറ്റൊരു വശമായിരിക്കാം. ഏതായാലും ട്രംപിനെതിരാണ്, ഇന്ത്യക്കെതിരാണ്. അതായത് ഇയാൾ അനുകൂലിക്കുന്ന എവിടെയൊക്കെയാണ് ഈ പറയുന്ന പലസ്തീനെ അനുകൂലിക്കുന്നുണ്ട്, ഹമാസിനെ അനുകൂലിക്കുന്നുണ്ട്. ഹമാസിന്റെ ഫണ്ട് വലിയ രീതിയിൽ ഇദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിരുന്നു എന്നൊരു വാർത്ത നമ്മൾ മുമ്പ് കണ്ടിരുന്നു. ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ നിരന്തരം കാണുന്ന വാർത്തയാണ്. നമ്മൾ പലപ്പോഴും ഇതിവിടെ പറയാറുമുണ്ട് അങ്ങനത്തെ ഒരു ചർച്ച. കാരണം ലോകത്ത് യൂറോപ്പിനെ ശരിക്കും പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്ലാമിസ്റ്റുകൾ. ഒന്ന് UK അതിന്റെ ഒരു പിടിയിലാണ്, പിന്നെ ഇപ്പോഴത്തെ അമേരിക്ക ആ ഒരു രീതിയിലേക്ക് പോയിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഗ്രീസിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒക്കെ നടന്ന കലാപങ്ങൾ. അതിന്റെ ഭാഗമായിട്ടൊക്കെ ആണല്ലോ മെലോണിയെ പോലുള്ളവരൊക്കെ ഇറ്റലിയിൽ ഉയർന്നു വരുന്നത്, ദേശീയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലതുപക്ഷം ശക്തി ആർജിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാ. ഇത് എല്ലായിടത്തും നടക്കുന്ന ഒരു സാധനം. യൂറോപ്പിൽ ആകമാനം തന്നെ ഇത് പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ശ്രീ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു നേതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാര് നമ്മുടെ ഇവിടെയും ഒക്കെ ചില ഒരു ഭരണകേന്ദ്രത്തിന്റെ തലപ്പത്ത് കയറി ഇരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വന്നേനെ. എന്റെ അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ഇത് ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം. കാരണം ഇന്ത്യയിൽ ഇത് ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യത്തിനോടൊപ്പം തന്നെ ഇപ്പൊ ന്യൂയോർക്കിൽ മംതാനി മേയറായി അധികാരത്തിലേറുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ? നമുക്ക് ഇയാൾ പ്രശ്നം ചെയ്യുമോ? ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഇയാൾ ചിലപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യ എന്തായിരിക്കും ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്? ഉറപ്പായിട്ടും ഇന്ത്യ ഇത് ശക്തമായി നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. സോ ഇന്ത്യയുടെ ഒരു ടേക്ക് എങ്ങനെയായിരിക്കും ഈ കാര്യത്തിൽ? ഇതിലൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കും. അല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഞാനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഇപ്പം അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രസിഡന്റ് എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അടുത്ത പ്രസിഡന്റ് ആണ് മംതാനി എന്നാണ് അവിടുത്തെ ഒരു ബൈറ്റ് അവരുടെ ഈ ഇതുണ്ടല്ലോ മറ്റേ സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതിൽ അവർ പറയുന്ന കാര്യം വളരെ ശരിയാണത്. ഇതാണ് അവരുടെ മൂവ്മെന്റ് എങ്കിൽ ഒരുപക്ഷെ അത് സംഭവിക്കും. കാരണം ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിലാണല്ലോ ഇദ്ദേഹം മത്സരിക്കുന്നത്. ജനാധിപത്യപരമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനകത്തൊന്നും നമുക്ക് എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. ആ ജനാധിപത്യത്തിന്റെ റേഷ്യോ ആണ് ധനുഷ് ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. 2 ലക്ഷം ഉണ്ടായിരുന്ന വോട്ട് 3.5 ലക്ഷത്തിലേക്ക് മാറുകയും ഈ മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് 70% ഉയരുകയും ചെയ്യുകയാണ് അവിടെ ഉണ്ടായത് എന്നാണ് വരുന്നത്. അവിടെയാണ് ഈ ട്രംപ് നേരത്തെ പറഞ്ഞില്ലേ കുടിയേറ്റ മുസ്ലിം വോട്ടേഴ്സ് മറ്റെന്താണ് കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആദ്യം കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനെതിരെയും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷെ ഏതായാലും ഇനി എന്താണ് നടക്കണം യൂറോപ്പില് ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ളവരെ ഞാൻ പുറത്താക്കും, ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി ഭരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞില്ല. അതിന് മുമ്പേ തന്നെ അമേരിക്കയിൽ ഏതാണ്ട് ഇവർ പിടിമുറുക്കി എന്നുള്ളതാണ് വ്യക്തമായി തന്നെ കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് വന്നത്, UK എങ്ങനെയാണോ, അതും രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടുകൂടി അവരുടെ ലേബലിലാണ് ഇവരെല്ലാം വന്നതിന് ശേഷം എന്താണ് അവർ നടത്തിയിരിക്കുന്നത്? ആ ഒരു രാജ്യത്തിന്റെ പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും കാര്യങ്ങളുമാണ് നടത്തുന്നത്.
ഇവിടെയും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി പിന്നെ ഇപ്പൊ ട്രംപ് ആണ് അവിടെ അമേരിക്കയിൽ ഇരിക്കുന്നത് കൊണ്ട് ഇനി എങ്ങനെയാണ് ഇതിന്റെ ആക്ഷൻ മുമ്പോട്ട് പോകുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇപ്പത്തോളം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഞാനിനി പൈസയൊന്നും അങ്ങോട്ടേക്ക് കൊടുക്കത്തില്ല ന്യൂയോർക്കിന്, ഞാൻ എല്ലാം വെട്ടിക്കുറയ്ക്കാൻ പോവാണ് ഫണ്ടുകൾ എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ച് സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതിന് സൂക്ഷിക്കേണ്ടതായ കാര്യമുണ്ട്. കാരണം ഈ മാറുന്ന ലോകക്രമത്തിനനുസരിച്ചിട്ട് ഈ രാജ്യങ്ങളുടെ തലപ്പത്തേക്ക് ഇത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള ഈ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വരുമ്പോൾ അത് രാജ്യങ്ങളുടെ ബന്ധങ്ങളെ ഉലയ്ക്കും. ആ രാജ്യങ്ങളുടെ ബന്ധം മുൻപോട്ട് പോകില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗി വാക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും, അതൊക്കെ ഇപ്പൊ പറയുന്നതല്ലേ, പുള്ളി പ്രസിഡന്റ് ആയിക്കഴിഞ്ഞ് ഇങ്ങനൊന്നും ആയിരിക്കില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. കാരണം നമ്മളത് ട്രംപിൽ കണ്ടു അതിന്റെ വേറൊരു വേർഷൻ, JD വാൻസിൽ കണ്ടു നമ്മൾ അതിന്റെ വേറൊരു വേർഷൻ. അപ്പൊ സ്വാഭാവികമായും ഇതും അങ്ങനെ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഇതെല്ലാം പുതിയതായിട്ട് സംഭവിച്ചതല്ല, കാലങ്ങളായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇവരുടെ ഒരു വലിയ നയങ്ങളുടെ ഒരു വൈകല്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് പെട്ടെന്ന് ഒന്നും ട്രംപിന് ഇത് അമർച്ച ചെയ്യാനോ ഒഴിവാക്കാനോ കഴിയില്ല. കാരണം അതിനും മാത്രമായി. ഇനി അവിടുന്ന് അത് മുറിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയും ഇത് അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനെ. കാരണം ബംഗ്ലാദേശിന് വലിയ രീതിയിൽ തന്നെ 2 കോടി പേരാണ് ഇവിടെ കുടിയേറിയിരിക്കുന്നത്. അവരെ പുറത്താക്കുമ്പോഴാണ് ഇവിടെ കിടന്ന് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത് SIR കൊണ്ടുവരുമ്പോൾ. ഇല്ല എന്നുണ്ടെങ്കിൽ അവര് വോട്ടർമാരാണ്. ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വലിയ ഗൗരവമുള്ള സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ പോപ്പുലേഷൻ 3.6 crore 3.5 കോടിയാണ് എന്നാണ് പറയുന്നത്. പിന്നെ ആധാർ കാർഡ് 4.6 അതായത് 4.6 കോടി ആധാറുണ്ട്. അതായത് ഇവിടെ ഉള്ള പോപ്പുലേഷനേക്കാൾ 1 കോടി പിന്നെ അധികം ആധാർ കാർഡ് കേരളത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്. വളരെ ഭയാനകമായ സ്റ്റേറ്റ്മെന്റ് അല്ലേ അത്? അവിടെ എല്ലാം SIR എന്ന് പറയുന്ന സാധനം വരേണ്ടത് അവിടെയാണ് അനിവാര്യമായിട്ട്. അതാണ് ഈ പ്രതിപക്ഷം ഇത് ചെയ്യാതിരുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ എന്താണ് ഈ പറയുന്ന അമേരിക്കയിൽ ഇത് സംഭവിച്ചത്. UK അവരുടെ ആ ഗ്രൂപ്പ്, അവരുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യ വന്നപ്പോൾ അവരെന്താണ് നമ്മുടെ SIR എങ്ങനെയാണ് നടപ്പാക്കുന്നത്, നമ്മുടെ ആധാർ കാർഡ് എങ്ങനെയാണ് ഇവിടെ നടപ്പാക്കിയത് എന്ന് പഠിച്ച് അത് UK ഇപ്പോൾ അവർ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ കാണിച്ചോട്ടെ, ഇവന്മാരൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒതുക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ ഇവന്മാരെ സൈഡാക്കുന്നത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ അതിന്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ, നമ്മുടെ ആധാർ മോഡലും അതുപോലെ SIR മോഡലും ഒക്കെ. ഒരുപക്ഷെ അങ്ങനെ വരുമായിരിക്കും. അവർ പക്ഷെ അല്പം വൈകിപ്പോയി. ഇവിടെ മോദി വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെയും അതൊക്കെ സംഭവിക്കുമായിരുന്നു. ഫുജിയുടെ തലവനൊക്കെ ചിലപ്പോൾ കയറി പ്രധാനമന്ത്രിയായിരുന്നു. ചിലപ്പോൾ ബംഗ്ലാദേശിന്റെ സംഘടന ഉണ്ടല്ലോ, ഭീകര സംഘടന, ഫുജിയുടെ തലവൻ, പിന്നെ ഹാഫീസ് സയ്യിദിന് ആഭ്യന്തരം, പിന്നെ അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നേനെ. അതായത് ഒരു വലിയ കാര്യമായി പോയി എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ്.